അപ്പൊ എങ്ങനെ മക്കളെ ഓണമെല്ലാം എത്തിയില്ലേ? ഇച്ചിരി പവറാക്കണ്ടേ? ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഫ്രണ്ട്ലി ടോക്കിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അഡ്വാൻസായിട്ട് ഹാപ്പി ഓണം. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഞങ്ങൾ ഇന്നാണ് ഓണം ആഘോഷിക്കാൻ വിചാരിച്ചേക്കുന്നത്. എനിക്ക് തിരക്കാനും നേരമില്ല. ഞാൻ അവിടുന്ന് ഓടി വന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാരണം സ്റ്റാർട്ടിങ്ങിൽ ഒരു വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ തിരക്കെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇന്ന് കുറച്ച് ലേറ്റായിപ്പോയി. കാരണം ഇന്നലെ 2 മണിയായി കിടന്നുറങ്ങുമ്പോൾ 2 മണിക്ക് ഫുൾ കറികളും ഞങ്ങൾ മിഡ് നൈറ്റിലൊക്കെ റെഡിയാക്കി. എൻ്റെ ഫ്രണ്ടും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അപ്പോഴേ പോയത്, 2 മണിക്കായപ്പോഴും പോയത്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ അവൾ വരും. അവളുള്ളത് കൊണ്ടാണ് ഫുള്ളും എൻ്റെ കുറേയൊക്കെ കറികളൊക്കെ സെറ്റായത്. എന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യാനും എല്ലാത്തിനും അവൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര മനസ്സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഒരു ടെൻഷനായിരിക്കും രാവിലെയൊക്കെ. കുറേ കറികളൊക്കെ കഴിഞ്ഞ ഓണ സെലിബ്രേഷനൊക്കെ ഭയങ്കര പണിയായിരുന്നു. അപ്പോൾ നമുക്ക് വീട്ടിലൂടെ കാണുന്നില്ലാതും ആ ഒരു കുറേ കാര്യങ്ങൾ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരാം. കുറേശ്ശായിട്ട് എനിക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റുന്ന വരില്ല. നമുക്ക് അപ്പോൾ ഞാൻ ഫസ്റ്റ് അവയിലാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അവയിൽ ഉണ്ടാക്കാൻ കുറച്ച് ടൈം വേണം. എന്നാലും റൈസ് ലാസ്റ്റ് വെച്ചത് കേട്ടോ. അപ്പോൾ റൈസാണ് ഏറ്റവും കൂടുതൽ സമയം എടുത്തത്, കൊണ്ടാണ് ലാസ്റ്റ് വെച്ചത്. പിന്നെ പായസം. ഇപ്പോൾ അവയിലും സാമ്പാറും സ്റ്റൂവും ഓലനും അതൊക്കെയാണ് വെക്കാനുള്ളത് ഇപ്പോൾ. അപ്പോൾ അത് ഞാനിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ അവയിൽ വെച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ സ്റ്റൂവിനുള്ളത് വെച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് തിരക്കിലാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഓണത്തിൻ്റെ ദിവസം ഭയങ്കര തിരക്കാണ്. ഞങ്ങളിപ്പോൾ ഫ്രൈഡേ ആണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും മീൻസ് വർക്കിംഗ് ഡേ ആണ് സൺഡേ. അതുകൊണ്ട് മുഹറാണ്, എന്നാലും എല്ലാവർക്കും ഹോളിഡേ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലവർക്ക് വരാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഫ്രൈഡേ വെക്കാൻ കാരണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു. 1-2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് വേറെ പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് 1-2 ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കി എല്ലാ ഫ്രണ്ട്സും വന്ന് ഞങ്ങൾ അടിച്ച് പൊളിച്ചിട്ടോ, ഡാൻസും പാട്ടും എല്ലായിതും. അപ്പോൾ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ കുക്ക് ചെയ്ത് എല്ലാം മീൻസ് എല്ലാം ഫിനിഷ് ചെയ്ത് നമുക്ക് അവരെല്ലാം എന്താ പറയുക വെൽക്കം ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കുക്കിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ തിരക്കായിട്ട് എനിക്ക്. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും എനിക്ക് എല്ലാം കഴിഞ്ഞ് എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് എനിക്ക് അവരെ വെൽക്കം ചെയ്യാനെന്ന് വെച്ച് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് പറ്റിയില്ല. ഇനി അടുത്ത പ്രാവശ്യം ഭാഗ്യം മീൻസ് ദൈവം സഹായിച്ചാൽ അതിന് പറ്റട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് അവരായിട്ടുള്ള ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ വരുന്നവരെ നമ്മൾ ഒരിക്കലും ബോറടിപ്പിക്കാതെ നിർത്തണം. അല്ലെങ്കിൽ വെച്ചാൽ അവരെ ബോറടിപ്പിക്കാൻ പാടില്ല. അപ്പോൾ അവർ വരുമ്പോഴേക്കും നമുക്ക് എല്ലാ പരിപാടിയും കഴിച്ച് അങ്ങനെ അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ളൊരു തോട്ടൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒന്നിനും പറ്റിയില്ല. അവരും ഹെൽപ്പ് ചെയ്യേണ്ടി വരേണ്ട അവസ്ഥയായിരുന്നു എനിക്ക്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു. അപ്പോൾ അടുത്ത പ്രാവശ്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിപ്പോഴേ അങ്ങനെ പറയുന്നില്ല. അപ്പം അങ്ങനെ എൻ്റെ ഹസ്ബൻഡും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പുറത്ത് നിന്നിട്ട് എന്നെ ഒരുപാട് കാര്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ വീട് കുറച്ച് അറേഞ്ച് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അതിൻ്റെ ഇടയിൽ. കാരണം ലഞ്ചൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് എന്തായാലും ഒരു 3 മണിയൊക്കെ ആയിരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കഴിച്ചത് 6 മണിക്കായിരുന്നു. ഈവനിങ് 6 മണിക്കായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് 3 മണിക്കായിരുന്നു. കാരണം അത് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഡ്രസ്സ് ചെയ്ത് പിന്നെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും 3 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 മണിക്ക് കഴിച്ച് ഞങ്ങൾ അതുകൊണ്ട് നേരത്തെ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തൊന്നുമില്ല കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങളത് കഴിക്കുകയാണ് പെട്ടെന്ന്. ഇപ്പം തന്നെ 10 മണി ആയിട്ടുണ്ടായിരുന്നു.
ഈ 10 മണി സമയത്ത് എല്ലാം ഫിനിഷ് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. പക്ഷെ 10 മണിക്ക് ഞാൻ എൻ്റെ ഒരുവിധം കറികൾ സെറ്റ് ആവുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചായിരുന്നു. കാരണം എനിക്കത് കഴിച്ച് കഴിഞ്ഞാൽ അത്രയും സമയം പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് കഴിക്കാൻ. പക്ഷേ ഹസ്ബൻഡ് നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വന്ന് കഴിച്ചു. കാരണം എനിക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ പോയിട്ട് വേറൊരു കാര്യം ചെയ്യണത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ പക്ഷേ ഹസ്ബൻഡ് നിർബന്ധിച്ച് കാരണം ലേറ്റ് ആവുമല്ലോ, ലഞ്ച് കഴിക്കാൻ ലേറ്റ് ആവുമല്ലോ. അതുകൊണ്ട് എന്നെ വേഗം വിളിച്ച് അവിടെ മിസ് കൊണ്ടിരുത്തി അങ്ങനെയുള്ളൊരു ഇതിലാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് സമയം നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പെട്ടെന്ന് കഴിച്ച് ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് കടന്നു. അവിയലായിക്കൊണ്ടിരിക്കുന്നു. ഓലൻ ഓൾമോസ്റ്റ് ആയിട്ടോ. ശരിക്കും ഓലൻ വൻപയറൊക്കെ വെച്ച് മേക്ക് ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഉണ്ടാക്കുന്നവരുണ്ട്. ഞാൻ ഇങ്ങനെയാണ്, അതായത് തേങ്ങാപ്പാലിൽ ആണ് ഞാൻ ഓലൻ റെഡിയാക്കാറ്. മീൻസ് സൈഡ് കറിയാണല്ലോ, അതുകൊണ്ട് നമുക്ക് ഓവറായിട്ട് വൻപയറൊക്കെ ഇട്ട് ഇങ്ങനെ ഉണ്ടാക്കി ചില ഭാഗത്തൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതൊക്കെ ഉണ്ടാക്കിയ എല്ലാ കറികളും നമ്മൾ ഈ ഫോയിൽ ഒരു ഇതിൽ സെറ്റാക്കി അവിടെ കൊണ്ടുവയ്ക്കും. കാരണം ഇതിൽ നമ്മൾ കറി വയ്ക്കുമ്പോൾ ചൂട് പോവില്ല, കുറച്ച് ചൂടെങ്കിലും ഉണ്ടാവും. പക്ഷെ നമ്മൾ 3 മണിക്ക് കഴിച്ചതുകൊണ്ട് ചൂടൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന അടപ്പായസത്തിലേക്കുള്ള അട വേവിക്കാനാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അടപ്പായസം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് അടപ്പായസം എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നൊന്നും അറിഞ്ഞൂടാ. ഞാൻ ആകെ കൂടി എനിക്ക് ഉണ്ടാക്കാൻ ഞാൻ സേമിയയും അതുപോലെ പൈനാപ്പിൾ പായസം, പാലട അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അടപ്പായസം ഞാൻ ഫസ്റ്റ് ടൈം, അതും ശർക്കര അടപ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ലാസ്റ്റ് അത് ഭയങ്കരമായിട്ട് കട്ട്, കാരണം കുറേയൊക്കെ ശർക്കര ഞാൻ ആഡ് ചെയ്തു. ഞാൻ പെട്ടെന്ന് ഒരു ഇതിൽ ശർക്കര മീൻസ് അതെല്ലാം ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ മുഴുവൻ ആഡ് ചെയ്തു. അത് മുഴുവൻ ആഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, കുറച്ച് ആഡ് ചെയ്യേണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാൻ മധുരം എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ മുഴുവൻ ആഡ് ചെയ്തു. അങ്ങനെ ഭയങ്കര മധുരമായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഫ്രഷ് ക്രീം, അതായത് ചൂടാറിയതിന് ശേഷം ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിളിച്ച് ചോദിച്ച് അങ്ങനെയൊക്കെ ഞങ്ങൾ ആഡ് ചെയ്തു. അങ്ങനെ കുറച്ച് മധുരമൊക്കെ കുറഞ്ഞു, അപ്പോൾ സമാധാനം. പക്ഷേ ഭയങ്കര അതൊക്കെ തേങ്ങാപ്പാലും അതൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ പായസം അടിപൊളിയായിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പായസം ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഇപ്പം അങ്ങനെ പിന്നെന്താ, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഇപ്പം ഞാൻ അവിയൽ റെഡിയായി കഴിഞ്ഞു കേട്ടോ. പിന്നെ അവിയൽ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വലിയൊരു പണി കഴിഞ്ഞു. പിന്നെ അങ്ങനെ സാമ്പാർ വെച്ചു. അപ്പം ഞാൻ റെഡിയൊക്കെ ആയി കഴിഞ്ഞു. അപ്പോഴേക്കും എല്ലാവരും വന്നു. പിന്നെ കുറേയൊക്കെ അതിൻ്റെ ഇടയിലുള്ള ഭാഗങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആകെ തിരക്കായി. ഫുഡ് കഴിക്കാനും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും ഒക്കെ ഒരുപാട് സമയമെടുത്തു. ഞങ്ങൾ ഇപ്പോൾ സമയം 3 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കഴിക്കുകയാണ്. അപ്പം എല്ലാവർക്കും സദ്യ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം വെച്ചാൽ സദ്യ ഭയങ്കര ടെൻഷനായിരുന്നു. നമുക്കറിയാം. ഹായ് ബേബി, ഹായ് ഹലോ. ഹായ് നമി. ഹാപ്പി ഓണം പറ. അല്ല, പായസത്തിന്റെ പായസം അടിപൊളി, സൂപ്പർ. കൊള്ളാം. കുറച്ച് കട്ടേ, ഭയങ്കര കട്ടേ. പായസം അടിപൊളി, സദ്യ അടിപൊളി, ഏറ്റവും സൂപ്പർ പൈനാപ്പിൾ കിച്ചടി പായസവും സൂപ്പർ ആയിരുന്നു. അപ്പം ഞങ്ങൾ പൂക്കളം ഇടൽ ആരംഭിച്ചിരിക്കുകയാണെന്ന് പറയാൻ പറ്റില്ല, പകുതിയായി. കാരണം ഇപ്പോഴാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പകുതിയായപ്പോഴാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അങ്ങനെ കുറേ പൂക്കളുണ്ട് കേട്ടോ, എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോൾ ആകെ ഒരു ചെറിയ റൗണ്ടും ഉണ്ട്. ഇത് ഒരു ടേബിൾ ഉണ്ടായിരുന്നു, അതിൻ്റെ ആയിരുന്നു.
ഒരു പാട്ടായിരുന്നു. അപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു കൊല്ലത്ത് ഇങ്ങനെ ഇട്ടു. പിന്നെ അങ്ങോട്ട് ഇത് കളഞ്ഞില്ല, ഇതിലിടാന്ന് വെച്ചു. അങ്ങനെ പൂക്കളൊക്കെ ഇങ്ങനെയൊക്കെ സെറ്റായി. പക്ഷെ ആ കാലം പോലെ ആക്കി എടുക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ വൃത്തിയാക്കിയിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കുറേ ഫോട്ടോസ് എടുത്തത്. അപ്പോൾ എല്ലാവരും ഓണം സെലിബ്രേഷൻ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ പോണ സമയത്ത് മോളുടേത് എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കളിക്കുന്നത് എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കുഞ്ഞു മോളായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു 6 months ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ 1 year ആയി. അപ്പോൾ കുറേ കാലം കൂടിയിട്ട് ഇതുപോലെ മീൻസ് ഞങ്ങൾ ഇടയ്ക്ക് കാണാറുണ്ട്, ഇങ്ങനെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ മീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ കുറേ പേര് ഈ ഒരു സമയത്താണ് കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഓണം സെലിബ്രേഷൻ അടിച്ചു പൊളിച്ചു. ഭയങ്കര ചില്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. ഇനി നെക്സ്റ്റ് ഇയറും ഇതുപോലെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ഇതുപോലെ വന്നതിന്. അപ്പം എന്താ പറയുക, അങ്ങനെ പിന്നെ എൻ്റെ ഓണം സദ്യയുടെ കുറച്ച് റിവ്യൂസ് കേട്ടോ. സദ്യ പറയൂ, അഭിപ്രായം പറയും. അതുകൊണ്ടാണ് ലാജി എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? ഇഷ്ടപ്പെട്ടോ? താങ്ക് യു. റജി എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? സുജിത്ത് എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? സൂപ്പർ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.